Retirement of a partner. Question number 37. NCERT, page number 198. Do it yourself. Ajay, Vijay and Mohan are friends. They passed BCom from Delhi University in June 2003. They decided to start the business of computer hardware. മൂന്ന് ഫ്രണ്ട്സാണ് വിജയ്, അജയ് ആൻഡ് മോഹൻ. അവർ BCom പാസ്സായവരാണ്. 2003 പാസ് ചെയ്തിരിക്കുന്നത്. അവർ മൂന്ന് പേരും കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് ബിസിനസ്സാണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ 1st August 2003 they introduced the capital of rupees 50,000, 30,000 and 20,000 respectively and started the business in partnership at Delhi. 1st August 2003 അവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്രയൊക്കെയാണ്? 50,000, 90,000, 20,000. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്യാപിറ്റൽ ഏതാണ്? 1st August ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ക്യാപിറ്റലാണ്. ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിസൈഡഡ് ബിറ്റ്വീൻ ദ വാസ് 4:2:1. ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 4:2:1 ആണ്. ദ ബിസിനസ് വാസ് റണ്ണിങ് സക്സസ്ഫുള്ളി. അതായത് ബിസിനസ് സക്സസ്ഫുള്ളി ആയിട്ട് റൺ ചെയ്യുകയാണ്. അതായത് നല്ല പ്രോഫിറ്റിലാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഓൺ 1st February 2006 due to certain unavoidable circumstances and family circumstances, Ajay decided to settle in Pune and decided to retire from the partnership on 31st March 2007. 1st February 2006 ആയപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അജയ് തീരുമാനിച്ചത് എന്താണ്? പൂനെയിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്നും റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാണ് റിട്ടയർ ചെയ്യുന്നത്? 31st March 2007 വിത്ത് ദ കൺസെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടിയാണ് റിട്ടയർ ചെയ്യുന്നത്. അജയ് റിട്ടയേഴ്സ് ആസ് ഓൺ 31st March 2007. 31st March 2007 അജയ് റിട്ടയർ ചെയ്തു. ദ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ആസ് ഫോളോസ്. 31st March 2007 അതായത് റിട്ടയർമെൻറ്റ് ഡേറ്റിൽ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പൊസിഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് തരുന്നത്. ഈ അസറ്റ്സ് ലയബിലിറ്റി പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താ വിളിക്കുക? ബാലൻസ് ഷീറ്റ്. അതായത് 31st March 2007 ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 2003 2003 അവരുടെ ക്യാപിറ്റൽ എത്രയ്ക്കായിരുന്നു? 50,000, 30,000, 20,000. ഇപ്പോൾ 2007 ആയി, അതായത് റിട്ടയർ ചെയ്ത ഡേറ്റായി. ആ ഡേറ്റിലത്തെ ഇവരുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ആ ഡേറ്റിലുള്ള അവരുടെ ക്യാപിറ്റൽ, അസറ്റ്സും ലയബിലിറ്റീസാണ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിരിക്കുകയാണ്. ഫോംസ് ഗുഡ് വിൽ, അസറ്റ്സ് ലയബിലിറ്റീസ്. വിജയ് ടു ബ്രിങ് 1,20,000 ആൻഡ് മോഹൻ ₹30,000 as additional capital. Ajay was to be paid ₹97,200 in cash and balance of his capital account to be transferred to his loan account. Work out the amount due to Ajay and state as to how will you settle his account. അപ്പോൾ ഇവിടെ റിട്ടയർ ചെയ്യുന്നത് ആരാണ്? വിജയ് ആണ് റിട്ടയർ ചെയ്യുന്നത്. അജയ് ആണ് റിട്ടയർ ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വർക്ക് ഔട്ട് ദ എമൗണ്ട് ഡ്യൂ ടു അജയ്. അജയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക? അതിനുവേണ്ടി എന്ത് ചെയ്യണം? റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യും. അയാൾക്ക് കിട്ടാനുള്ള എല്ലാ എമൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യും. അതേസമയം അജയ് ഫേമിലേക്ക് കൊടുക്കാനുള്ളതെല്ലാം ഡെബിറ്റ് ചെയ്യും. സാധാരണ കേസിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ബാലൻസ്, ജനറൽ റിസർവ്, റിവാലുവേഷൻ, പ്രോഫിറ്റ്, ഗുഡ് വിൽ, ഇതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതോ? ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലോസ്, റിവാലുവേഷൻ ലോസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടാണ് അജയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അജയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ വേറെ ആരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അജയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട് വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എൻ്റർ ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യണം, ഗുഡ് വിൽ എൻ്റർ ചെയ്യണം,
അതുപോലെ തന്നെ ജനറൽ റിസർവ്, അക്യുമുലേറ്റഡ് ലോസ് അതുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യണം. പ്ലസ് എന്തുകൊണ്ടും ചെയ്യണം, അസറ്റ്സ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യുമ്പോഴുള്ള ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എൻ്റർ ചെയ്തിരിക്കണം. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഏതായിരിക്കണം, അജയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കണം ആദ്യം വരയ്ക്കേണ്ടത്. അതിൻ്റെ താഴെ വർക്കിംഗ് നോട്ടിൽ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം, അതിൻ്റെ താഴെ വർക്കിംഗ് നോട്ടിൽ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. നമുക്കിവിടെ അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ഒരാളുടെ മാത്രമായതുകൊണ്ട് ഒരു എമൗണ്ട് കോളം കൊടുത്താൽ മതി. അതിൻ്റെ താഴെ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, അജയുടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ അജയുടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ജനറൽ റിസർവ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ലോസ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്താ ഉള്ളത്, ജനറൽ റിസർവ് ആണ് വന്നിരിക്കുന്നത് 42,000. ഇതിൽ അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അജയുടെ ഷെയർ ഓഫ് ജനറൽ റിസർവ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഓൾഡ് റേഷ്യോയിലാണ്. 42,000 ഇൻറ്റു റേഷ്യോ എത്രയാണ്, 4:2:1 ആണ്. അപ്പോൾ അജയുടെ എത്രയാണ്, 2/6. അതായത് 42,000 ഇൻറ്റു 2/6. അപ്പോൾ എത്ര വരും, 12,000. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഫേംസ് ഗുഡ് വിൽ വാസ് വാല്യൂഡ് അറ്റ് ₹1,48,000. ഫേമിൻ്റെ ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത്. ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ നോക്കിയിരിക്കണം, ബാലൻസ് ഷീറ്റിലെ ഗുഡ് വില്ല് ഉണ്ടോ ഇല്ലെന്നുള്ളത് നോക്കിയിരിക്കണം. ഇവിടെ ബാലൻസ് ഷീറ്റിലെ ഗുഡ് വില്ല് തന്നിട്ടുണ്ട്. എത്രയാണ്, 56,000. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഗുഡ് വില്ലിൻ്റെ വാല്യൂ നമ്മൾ എന്ത് വിളിക്കുക, ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഗുഡ് വില്ലിനെ എന്ത് വിളിക്കും, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഇങ്ങനെ രണ്ട് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബുക്ക് വാല്യൂം പ്രസൻറ്റ് വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യണം. പ്രസൻറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ ജേണൽ എൻട്രി എന്തായിരിക്കും, ഗുഡ് വിൽ അക്കൗണ്ട് അറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോയിലായിരിക്കണം, ഓൾഡ് റേഷ്യോ 4:2:1. ഇവിടെ പ്രസൻറ്റ് വാല്യൂ കൂടുതലാണ്. എത്രയാണ് കൂടുതൽ വരുന്നത്, 92,000 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ ഗുഡ് വില്ലിനെ ഓൾ പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ എഴുതാം. അതായത് ഹിയർ ഗുഡ് വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. In such a situation, we have to compare the present value of goodwill with the book value of goodwill. In this problem, present value is greater than the book value of goodwill. That is ₹92,000. Journal entry എന്താണ്, goodwill account attached to all partners capital account. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 4:2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, വിജയ്സ് ക്യാപിറ്റൽ 52,571, 26,286, 13,143. ഇതിൽ അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗുഡ് വില്ല് ആരുടെ അക്കൗണ്ടിൽ മാത്രം എൻ്റർ ചെയ്താൽ മതി, അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രം എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എൻ്റർ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇതുവരെ വായിച്ചതനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഓപ്പണിംഗ് ബാലൻസ്, ജനറൽ റിസർവ്, ഷെയർ ഓഫ് ഗുഡ് വിൽ. ഇത്രയാണ് അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് എന്തൊക്കെയാണ് എൻ്റർ ചെയ്യണമെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ടു ബി വാല്യൂഡ് ആസ് അണ്ടർ. സ്റ്റോക്ക് ₹72,000, ലാൻഡ് 1,35,000. ഇവിടെ എല്ലാം അസറ്റ്സുകളുടെ പ്രസൻറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് അറിയണമെങ്കിൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റോക്ക് 72,000 ആണ് തന്നിരിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ 90,000 ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്, റീവാല്യൂ ചെയ്തപ്പോൾ ഡിക്രീസ് ചെയ്തു. എത്രയാണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്, 18,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബാലൻസ് ഷീറ്റിൽ 1,20,000 ആണ്, ഇവിടെ തന്നിരിക്കുന്നത് 1,35,600 ആണ്. ലാൻഡ് ഇൻക്രീസ് ചെയ്തു 15,600, റിവാല്യൂഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ 66,000 ആണ്, അപ്പോൾ ഇവിടെ റീവാല്യൂ ചെയ്തപ്പോൾ ഡിക്രീസ് ചെയ്തു, റിവാല്യൂഷൻ അക്കൗണ്ടിൽ 3,000 ഡെബിറ്റ് ചെയ്യണം.
മെഷീനറി 1,59,000 ആണ് തന്നിരിക്കുന്നത്. റിവാല്യൂ ചെയ്തപ്പോൾ 1,50,000 ആണ്. 9,000 ഡിക്രീസ് ചെയ്തു. റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് 84,000, ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് 90,000 ആണ്. 6,000 ഡിക്രീസ് ചെയ്തു. ലൈബിലിറ്റി ആണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാം. റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്തൊക്കെ ക്രെഡിറ്റ് ചെയ്തു? ലാൻഡ് ക്രെഡിറ്റേഴ്സ് ഡെബിറ്റ് ചെയ്ത്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, മെഷീനറി. അസറ്റ്സ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്ത് ഇത്രയ്ക്കാണ്. അപ്പം നമുക്ക് റിവാലുവേഷൻ ലോസ് ആണ് പ്രോഫിറ്റ് ആണോ നോക്കാം. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? റിവാലുവേഷൻ ലോസ് ആണ് വന്നിരിക്കുന്നത്. എത്രയാണ്? 8,400. എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓൾഡ് റേഷ്യോയിലായിരിക്കണം, 4:2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കണം. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമായതുകൊണ്ട് അജയുടെ ലോസ് മാത്രം അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുക. ലോസ് ആയതുകൊണ്ട് ഏത് സൈഡിലായിരിക്കണം? ഡെബിറ്റ് സൈഡിലായിരിക്കണം. ഡെബിറ്റ് സൈഡിൽ റിവാലുവേഷൻ 2,400. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. വിജയ് ടു ബ്രിങ് rupees 1,20,000 ആൻഡ് മോഹൻ rupees 30,000 ആസ് അഡീഷണൽ ക്യാപിറ്റൽ. ഇത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അഡീഷണൽ ക്യാപിറ്റലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് കൊണ്ടുവരുമ്പോൾ എന്താ വെച്ചാൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു വിജയ്സ് ക്യാപിറ്റൽ ടു മോഹൻസ് ക്യാപിറ്റൽ. ഇതെവിടേക്ക് എൻ്റർ ചെയ്യണം? വിജയുടെയും മോഹൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം. ഇവിടെ നമ്മൾ രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണില്ല, ക്യാഷ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണില്ല. അതുകൊണ്ട് ഈ എൻട്രി എവിടെയും എഴുതേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, അജയ് വാസ് ടു ബി പെയ്ഡ് ₹97,200 ഇൻ ക്യാഷ് ആൻഡ് ദ ബാലൻസ് ഓഫ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. റിട്ടയറിംഗ് പാർട്ട്ണറായ അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ 97,200 ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു, ബാക്കിയുള്ളത് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ എത്രയാണ് അജയ്ക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ഇപ്പോൾ എത്ര കിട്ടും? 1,58,286. അതിൽ നിന്നും റീവാലുവേഷൻ ലോസ് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ അജയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്ര കിട്ടിയത്? 1,55,886 ആണ്. അതിൽ 97,200 ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ക്യാഷ് 97,200. ഇനി ബാക്കി എത്രയുണ്ടെന്ന് നോക്കി നോക്കാം. 1,55,886 ആണ് കൊടുക്കേണ്ടിയിരുന്നത്. അതിൽ 97,200 ക്യാഷ് ആയിട്ട് കൊടുത്തു. ബാക്കി എത്ര കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1,55,886 മൈനസ് 97,200 എത്ര കിട്ടി? 58,686. അതിൻ്റെ നേരെ എന്ത് എഴുതണം? ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അജയ്സ് ലോൺ അക്കൗണ്ട് 58,686. അപ്പോൾ ഇവിടെ അജയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ ക്രെഡിറ്റ് ചെയ്തു? ഓപ്പണിംഗ് ബാലൻസ്, ജനറൽ റിസർവ്, ഷെയർ ഓഫ് ഗുഡ് വിൽ. ഡെബിറ്റ് ചെയ്തതോ? റീവാലുവേഷൻ. അതിനുശേഷം എത്രയാണ് എമൗണ്ട് കിട്ടുന്നത്? 1,55,886. അതിൽ 97,200 ക്യാഷ് ആയിട്ട് കൊടുത്തു. അതിൻ്റെ നേരെ ക്യാഷ് എന്ന് എഴുതി. ബാക്കിയുള്ളത് 58,686 അത് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനെയാണ് ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 38, NCERT, പേജ് നമ്പർ 210, ഡു ഇറ്റ് യുവർ സെൽഫ്, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവിടെ 3 പാർട്ട്നേഴ്സാണ്, RS ആൻഡ് M. അവരുടെ റേഷ്യോ 3:1 ആണ്. ബാലൻസ് ഷീറ്റ് 1,999 ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അവരുടെ അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ഇവിടെ റിട്ടയർ ചെയ്യുന്നത് ആരാണ്? ശ്യാമാണ്. ഇവിടെ S എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ ശ്യാം എന്നുള്ളത് S ആയിട്ട് എടുക്കാം. ഓൺ ദ എബവ് ഡേറ്റ്. ഇനി റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. ബിൽഡിംഗ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 8,800, പ്രൊവിഷൻ ക്രിയേറ്റഡ്, ഗുഡ് വിൽ 5,000 to be paid immediately and balance to be transferred to loan account, interest carrying interest at 6% per annum. ഇവിടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഷീറ്റാണ്. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ്. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് വന്നതിന് ശേഷം, അതായത് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള
ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ അറിയണം, ക്യാഷ് ബാലൻസ് അറിയണം, ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അറിയണം, അതുപോലെ തന്നെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എത്രയാണെന്നുള്ളത് അറിയണം. ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ ആദ്യം എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ബാലൻസ് ഷീറ്റ് ആയിരിക്കണം, കാരണം അതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കേണ്ടത് എവിടെയായിരിക്കണം? വർക്കിംഗ് നോട്ടിലായിട്ടായിരിക്കണം ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക, അതിൻ്റെ താഴെ വർക്കിംഗ് നോട്ടിൽ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഈ 3 ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യണം. റിസർവ്സോ ലോസോ ഉണ്ടെങ്കിൽ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ, റിസർവ്സോ അക്യുമുലേറ്റഡ് ലോസോ ഒന്നുമില്ല. അതിനുശേഷം എന്ത് ചെയ്യണം? അസറ്റ്സ് ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യുന്നത് എൻ്റർ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് എൻ്റർ ചെയ്യുക? ബിൽഡിങ്ങിൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് 8,800 ബൈ 8,800 എന്നാണ്, അതായത് 8,800 ഇവിടെ ഇൻക്രീസ് ചെയ്തു. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ബിൽഡിങ്ങിൻ്റെ കൂടെ പ്ലസ് ചെയ്ത് എഴുതണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡേറ്റ്സ് 5%. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഡെറ്റേഴ്സിന് പ്രൊവിഷൻ 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 350 ആയിരിക്കും. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു, ലോസ് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇനി ഇവിടെ അടുത്തത് ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത്. ഗുഡ് വില്ല് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം. ബാലൻസ് ഷീറ്റിൽ ഇല്ല. ഗുഡ് വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഇവിടെ ഏത് ഓപ്ഷനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നോ ഗുഡ് വിൽ അക്കൗണ്ട് ഈസ് ഓപ്പൺ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം, ആ ഒരു ഓപ്ഷനായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വരാം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് റേഷ്യോയിലായിരിക്കണം? ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം. ഇവിടെ ഗെയിനിങ് റേഷ്യോ നമുക്കിവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ഓൾഡ് റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. അത്ര സിറ്റുവേഷനിൽ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ ഏതായിരിക്കും? 3:1 ആയിരിക്കും. കാരണം 3:2:1 ആണ് ഓൾഡ് റേഷ്യോ. അതിൽ എസ് റിട്ടയർ ചെയ്തു, ബാക്കിയുള്ള റേഷ്യോ എത്രയാണ്? 3:1 ആണ്. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ 3:1 ആണ്. അതിനുശേഷം റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണെന്ന് നോക്കണം, കാരണം ഫേമിൻ്റെ ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത്. ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 9,000 ഇൻറ്റു അയാളുടെ ഷെയർ എത്രയാണ്? 2/6. അങ്ങനെ ഗുഡ് വില് എൻ്റർ ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട് സെറ്റിൽ ചെയ്യണം. ആദ്യം എസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് സെറ്റിൽ ചെയ്യുക. എസിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? 5,000 ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ 2K 5,000 എഴുതുക. ബാക്കിയുള്ളത് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ലോൺ അക്കൗണ്ട് എമൗണ്ട് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. ഇനി ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് റീവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ റിട്ടയറിംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലെ ബാലൻസ് കണ്ടുപിടിക്കണം. ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതെല്ലാം ബാലൻസ് ഷീറ്റിൽ എൻറ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ബാലൻസ് ഷീറ്റ് ആയിരിക്കണം വരയ്ക്കേണ്ടത്. പക്ഷേ ബാലൻസ് ഷീറ്റിൽ ഇത് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചിരിക്കണം. അത് വർക്കിംഗ് നോട്ടിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്.